ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമോ? ഒരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ ചർച്ചാ വിഷയം. 2038 ആകുമ്പോഴേക്കും ഇന്ത്യ $34.2 ട്രില്യൺ GDP-യുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയേക്കാമെന്നാണ് EYയുടെ ഏറ്റവും പുതിയ ഇക്കണോമി വാച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയിലേക്കുള്ള യാത്ര ഒരു പുതിയ വഴിത്തിരിവിലാണ്. വെറും ജനസംഖ്യാപരമായ നേട്ടങ്ങൾക്കും അപ്പുറം നടപ്പിലാക്കിയ ശക്തമായ പരിഷ്കാരങ്ങളാണ് ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ പ്രധാന ശക്തിയെന്ന് EY ഏൺസ്റ്റ് ആൻഡ് യങ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 2025 ഓഗസ്റ്റ് പതിപ്പായ EY ഇക്കണോമി വാച്ചിന്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2030 ആകുമ്പോഴേക്കും $20.7 ട്രില്യൺ എത്തുമെന്നും 2038ഓടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നുമാണ് ഈ റിപ്പോർട്ടിലെ നിർണായക കണ്ടെത്തൽ. പർച്ചേസിംഗ് പവർ പാരിറ്റി PPP, അതായത് വാങ്ങൽ ശേഷി സമത്വം അടിസ്ഥാനമാക്കി കണക്കാക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം GDP അപ്പോഴേക്കും $34.2 ട്രില്യൺ എത്തുമെന്നാണ് പ്രവചനം. ഈ വളർച്ചാ പാത വെറും ഒരു പ്രവചനമല്ല, മറിച്ച് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിസ്ഥാനങ്ങൾ, അനുകൂലമായ ജനസംഖ്യാശാസ്ത്രം, തുടർച്ചയായ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവ നൽകുന്ന ആത്മവിശ്വാസമാണ്. ഇന്ത്യയുടെ ഈ വളർച്ചാ സാധ്യതകളെ കൂടുതൽ വിശദമായി പരിശോധിക്കുമ്പോൾ അതിന്റെ വേരുകൾ ആഴത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളിലാണ് കാണാൻ സാധിക്കുക. GST നടപ്പാക്കിയത് രാജ്യത്തെ നികുതി ഘടനയെ സിമ്പിളാക്കുകയും ഉൽപാദന മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് IBC സാമ്പത്തിക ക്രമക്കേടുകൾ വേഗത്തിൽ പരിഹരിക്കാനും ബാങ്കിംഗ് മേഖലയെ മെച്ചപ്പെടുത്താനും സഹായിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് നിർണായകമായ പങ്ക് വഹിച്ച UPI പോലുള്ള ടെക്നോളജികൾ സാമ്പത്തിക ഇടപാടുകളെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കി. ഉൽപാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് PLI പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും വഴി തുറന്നിട്ടുണ്ട്. ഈ പരിഷ്കാരങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നില്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുന്ന ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. ഇനി ഈ നേട്ടങ്ങളിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഇന്ത്യയുടെ ജനസംഖ്യാപരമായ പ്രത്യേകതകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2025 ഇന്ത്യയുടെ ആവറേജ് ഏജ് 28.8 വയസ്സായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. മറ്റ് വലിയ സമ്പദ് വ്യവസ്ഥകളായ അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ എന്നിവയെ അപേക്ഷിച്ച് ഇതൊരു വലിയ നേട്ടമാണ്. ചൈനയുടെ ജനസംഖ്യ അതിവേഗം വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു. ജപ്പാനും ജർമ്മനിയും സമാനമായ ജനസംഖ്യാപരമായ വെല്ലുവിളികൾ നേരിടുന്നു. യുവജനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ് തൊഴിൽ ശക്തിയുടെ ലഭ്യത ഉറപ്പാക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. സാമ്പത്തികമായി ഇന്ത്യയുടെ നില ഭദ്രമാകാൻ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങളെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഉയർന്ന സമ്പാദ്യ നിരക്കും നിക്ഷേപക നിരക്കും രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട്. അതുമാത്രമല്ല, പല വികസിത രാജ്യങ്ങളിലും സർക്കാർ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ കടം GDP അനുപാതം കുറഞ്ഞു വരികയാണ്. 2024 ഇത് 81.3% ആയിരുന്നത് 2030ഓടെ 75.8% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന സമയത്തും ഇന്ത്യയുടെ സാമ്പത്തിക രംഗം അതിന്റെ ആഭ്യന്തര ആവശ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നു. വ്യാപാര മന്ദഗതിയും അതുപോലെ താരിഫ് പോരാട്ടങ്ങളും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ബാധിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രധാനമായും ആഭ്യന്തര ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ആഗോള സാമ്പത്തിക അസ്ഥിരതകളിൽ നിന്ന് ഒരു പരിധിവരെ രാജ്യത്തെ സംരക്ഷിക്കുന്നു. GST, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, UPI അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തൽ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് തുടങ്ങിയ പരിഷ്കാരങ്ങൾ വ്യവസായങ്ങളിലുടനീളം മത്സരശേഷി ശക്തിപ്പെടുത്തുന്നു. 2028 ആകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് വിപണി വിനിമയ നിരക്കിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. GDP-യുടെ 0.9% ബാധിക്കുന്ന US താരിഫുകൾ പോലുള്ള സാധ്യതയുള്ള വെല്ലുവിളികൾക്ക് പോലും കുറഞ്ഞ സ്വാധീനം മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കുന്നു. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും കയറ്റുമതി വൈവിധ്യവൽക്കരണവും ഏതെങ്കിലും മാന്യത്തെ വെറും 0.1% പോയിന്റിലേക്ക് പരിമിതപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, ജനസംഖ്യാപരമായ നേട്ടങ്ങളോടൊപ്പം സാമ്പത്തിക പരിഷ്കാരങ്ങളും ചേർന്ന് ഇന്ത്യയെ ലോക സാമ്പത്തിക ഭൂപടത്തിൽ ഒരു പ്രമുഖ ശക്തിയായി ഉയർത്തുകയാണ്. ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായാൽ ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുവർണ്ണ അധ്യായമായിരിക്കുമെന്ന് ഉറപ്പാണ്.